ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമെങ്കിൽ അത് എന്നോടൊന്ന് പറയായിരുന്നു. ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വീട്ടിൽ പോയി മരുന്നെടുക്കുന്ന കാര്യം പോലും മറന്നുപോയേനെ. ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചെന്ന് ഇവളോട് കള്ളം പറയേണ്ടിയിരുന്നില്ല. എന്താ സച്ചേട്ടൊന്നും പറയാത്തെ? എന്റെയും കുഞ്ഞിന്റെയും കാര്യമല്ലാതെ എന്താ സച്ചേട്ടൻ ഇത്രയും വലിയ കാര്യങ്ങൾ ഓർക്കാനുള്ളത്? നിന്റെ സംസാരത്തില് ഒരു കുറ്റപ്പെടുത്തലിന് മട്ടുണ്ടല്ലോ. സത്യം പറയുമ്പോ ചിലപ്പോ കുറ്റപ്പെടുത്തലാണെന്ന് തോന്നും. അത് എന്റെ കുറ്റമല്ല. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് എന്നോടൊന്ന് പറയായിരുന്നില്ലേ? ഞാനിവിടെ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നുള്ള കാര്യം സച്ചേട്ടൻ അറിയാവുന്നല്ലേ? സോറി, ഞാനത് മറന്നു. താനിതുവരെ ഭക്ഷണം കഴിച്ചില്ലല്ലേ? വാ, ഞാൻ വിളമ്പി തരാം. വേണ്ട. എന്നു മുതലാ സച്ചേട്ടൻ ഇങ്ങനെ മാറാൻ തുടങ്ങിയത്? എന്ത് മാറ്റം? എടോ, എനിക്കൊരു മാറ്റവും ഇല്ല. താൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടി ഇങ്ങനെ സംസാരിക്കുന്ന എന്തിനാ? ഒക്കെ തനിക്ക് തോന്നുന്നതാ. ഫോൺ വിളിക്കുമ്പോ എടുക്കുന്നില്ല. ഇനി എടുത്താൽ തന്നെ ഒന്നോ രണ്ടോ വാക്കുകളിൽ സംസാരം അവസാനിപ്പിക്കാനുള്ള ധൃതിയും. എന്നോട് പറയാതെ എവിടെയൊക്കെയോ പോന്നു. നേരത്തെ സച്ചേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്താ ശരിക്കും സച്ചേട്ടന്റെ പ്രശ്നം? താൻ വിചാരിക്കുന്ന പോലെ എനിക്കൊരു പ്രശ്നവുമില്ല. താമസിപ്പിക്കണ്ട. നമുക്ക് ഉടനെ തന്നെ ഡോക്ടർ സന്ധ്യയെ പോയി കാണാം. എന്തിന്? താനിപ്പോ അനുഭവിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനി ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിന് എന്തായാലും മെഡിസിൻ എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോ സംഗതി കൈവിട്ടു പോവും. സച്ചേട്ടന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോ സച്ചേട്ടൻ പറയുന്നത് അത് എന്റെ പ്രോബ്ലം ആണെന്നാ. ഇതങ്ങനെ പ്രോബ്ലം ഒന്നുമല്ല. ഞാൻ ആദ്യം ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. അർച്ചനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും ഡിപ്രഷന്റെ കാര്യം പറഞ്ഞത് അവൾക്ക് വല്ലാതെ ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ലക്ഷ്മിയുടെ കാര്യം ഞാൻ എത്ര നാൾ അർച്ചനയെന്ന് മറച്ചു വെക്കും? ഇനി ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അർച്ചനയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ? സച്ചേട്ടന്റെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാള് പോലും അറിയരുത്. അർച്ചന പോലും. പഴയ കാമുകനുള്ളിൽ തലവെക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ താനൊന്ന് പോയേ. താൻ വിചാരിക്കുന്ന പോലെ അല്ല ലക്ഷ്മി. ഒക്കെ എനിക്കറിയാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞത് അർച്ചനയ്ക്ക് വിഷമമായി. ഒരു കള്ളം മറയ്ക്കാൻ വീണ്ടും പുതിയ കള്ളങ്ങൾ പറയേണ്ടി വരും. ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നീട് സത്യം പറയുമ്പോ അർച്ചനയ്ക്കത് മനസ്സിലായിന്ന് വരില്ല. ഇപ്പൊ തന്നെ ഞാൻ സംസാരിച്ചത് കുറച്ച് കടന്നുപോയി. അതിന് അവളോട് സോറി പറയണം.